ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പച്ച മീനൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് അതിനെ ഒന്ന് ഉണക്കി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. വെയിലത്ത് കൊണ്ട് നടക്കണം, കാക്കയും പൂച്ചയും എല്ലാം പേടിക്കണം, അവയെ ഓടിക്കാൻ ഒരാൾ നിൽക്കണം, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിനുള്ളിൽ വെച്ച് തന്നെ ഇത് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്ത മീനാണ് ഇവിടെ കാണുന്നത്. കുറേ മത്തിയാണ്, ചെറിയ മത്തി ഇപ്പം നമുക്ക് ധാരാളം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറേ മത്തി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ഉണക്കിയെടുത്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 25 ചാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ മത്തി ഇപ്പം നമുക്ക് കിട്ടുന്ന നല്ല നെയ്മത്തിയാണ്. ഇതാണ് ഉണക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യമേ ഞാൻ ഈ ഇതിലാണ് ഉണക്കുന്നത്. അപ്പോൾ കുറച്ച് ഉരലിട്ട് കൊടുക്കും ഏറ്റവും അടിയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മീൻ ഓരോന്ന് നിരത്തി കൊടുക്കാം. എന്നിട്ട് കഴുകിയിട്ട് ഒരു ഊട്ടപാത്രത്തിനകത്ത് വെച്ചിരുന്നേ കേട്ടോ. അപ്പോൾ കുറേ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. നിരത്തി കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കാം. നല്ല വൃത്തിയായിട്ട് വെട്ടി കഴുകിയൊക്കെ എടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെട്ടിയൊന്നും വേണ്ടല്ലോ. ഇത് നല്ലതുപോലെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഇനി ബാക്കിയുള്ളതും കൂടെ മൊത്തം 25 മത്തിയാണോ, ചെറിയ മത്തി 25 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തത്. ഈ മത്തി ഉണക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ നമുക്കിത് ഉണങ്ങിയ മത്തി കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം മത്തി അങ്ങനെ ആരും കിട്ടാനില്ല മത്തി ഉണങ്ങിയത്. അടുത്ത ലെയർ കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പരലാണ്, നല്ല പരലുപ്പാണ് കേട്ടോ. മീൻ കാണാത്ത വിധം നല്ലതുപോലെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ ഉപ്പ് നല്ലതുപോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഇതിരിക്കട്ടെ. ഇനി 2-3 ദിവസം കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ഇതിനകത്തുനിന്ന് ഊറി വരുന്ന വെള്ളം ഉണ്ടല്ലോ അതങ്ങ് മാറ്റി കൊടുക്കണം. അങ്ങനെ ഒരു 6-7 ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് റെഡിയായി വരും കേട്ടോ. അത് നമുക്കിത് വെച്ചിരിക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ താഴെ വെക്കുക, അല്ലാതെ പുറത്തിരുന്നാലും മതി കേട്ടോ. നമ്മുടെ മീൻ ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട് കേട്ടോ. അന്നേരം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് വെക്കാം. വെള്ളം ഞാൻ ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കി കേട്ടോ, മീൻ ഇപ്പോൾ ആ ഉണക്കമീൻ്റെ സ്ട്രക്ചർ ആയിട്ടുണ്ട്. ഇതാ കണ്ടാൽ അറിയാമല്ലോ കേട്ടോ, ഉണക്കമീനായിട്ടുണ്ട്. എന്നാലും 2 ദിവസം കൂടി ഇരിക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടെ ഉണങ്ങി കിട്ടും. 2 ദിവസം കൂടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്നും ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു വാടയില്ലെന്നുള്ളതാണ് ഇതിൻ്റെ. നമ്മൾ സാധാരണ വെയിലത്തൊക്കെ വെച്ച് ഉണക്കത്തില്ല, ആ സമയത്ത് എന്തോ ഒരു സ്മെല്ലാണെന്നറിയാമോ. ഞാൻ അങ്ങനെ പല പ്രാവശ്യം സ്മെല്ല് കാരണം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. വെയിലില്ലാത്ത സമയത്ത് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. പക്ഷേ ഇതിന് ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ആ ഉണക്കമീൻ്റെ ആ ഒരു സ്മെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. 2 ദിവസം കൂടി ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് സെറ്റായി കിട്ടും. ഫ്രണ്ട്സ്, നമ്മുടെ മീൻ ഉണക്കാൻ വെച്ചിട്ടിന്നും 8 ദിവസമായി കേട്ടോ. 24-ാം തീയതി വെച്ചിരുന്ന 1-ാം തീയതി ആയപ്പോഴത്തേക്ക് 8 ദിവസം നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റാം. നമ്മൾ 25 മീനാണ് വെച്ചത് കേട്ടോ.
നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉണക്കമീനാകുമ്പോഴേ അതിന് ഒരു ചുമന്ന നിറമൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് കണ്ടോ നല്ല വെള്ള നിറത്തിലുള്ള നല്ല വൃത്തിയുള്ള മീൻ. അതിന് നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് കഴുകി കളഞ്ഞിട്ട് വറുക്കുകയോ കറി വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല വൃത്തിയുള്ള മീൻ നമ്മൾ വെയിലത്തൊന്നും വെക്കാതെ തന്നെ ഉണക്കി നല്ല പടി പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.